മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955400953. പെരുവഴിയിൽ തളർന്നു കിടന്നിരുന്ന വൃദ്ധയ്ക്ക് പരിചരണവും ചികിത്സയും നൽകി മാതൃകയായിരിക്കുകയാണ് ചെറുതുരുത്തി പോലീസ് സംഘം. ദേശമംഗലം ഭാരതപ്പുഴയുടെ ഊറോലിക്കടവ് ഭാഗത്ത് ഒഴിഞ്ഞ പ്രദേശത്ത് അവശനിലയിൽ തളർന്നു കിടന്നിരുന്ന പാലക്കാട് ജില്ലയിലെ ഇരുമ്പകശ്ശേരി സ്വദേശിനിയായ 75 വയസ്സിലധികം പ്രായമുള്ള വൃദ്ധയെ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സബ് ഇൻസ്പെക്ടർ സുഭാഷ്, CPO അനീഷ്, ഷംസുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി. അവശനിലയിൽ തളർന്നു കിടന്നിരുന്ന വൃദ്ധയെ ദേശമംഗലത്തെ ഹോട്ടലിൽ എത്തിച്ച് ഭക്ഷണം നൽകിയും തുടർന്ന് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. പരിശോധനയിൽ വൃദ്ധയ്ക്ക് പനിയുള്ളതായും ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റണമെന്നും ഡോക്ടർ പോലീസിനോട് നിർദ്ദേശിച്ചു. തുടർന്ന് പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. തന്നെ പരിചരിക്കാൻ ആരുമില്ലെന്നും വിവാഹം കഴിച്ചിട്ടില്ല എന്നും വൃദ്ധ പറഞ്ഞു. ഏറെക്കാലം പരിചരിച്ചിരുന്ന സഹോദരി വിവാഹം ചെയ്തു പോയതിനെ തുടർന്ന് വീട്ടിൽ തനിച്ച് താമസിക്കുകയായിരുന്നു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന അമ്മയ്ക്ക് തങ്ങളും തുണയാണെന്ന് പോലീസുകാർ ആ അമ്മയോട് പറഞ്ഞു. പോലീസുകാരുടെ സാന്ത്വന വാക്കുകളും പരിചരണങ്ങളും കിട്ടിയ അമ്മ സാമൂഹ്യനീതി വകുപ്പിന്റെ പരിചരണങ്ങളിലേക്ക് മാറും. ഇന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ ഡ്യൂട്ടി ചെയ്ത് വരുമ്പോൾ ദേശമംഗലത്ത് ഊറോലിക്കടവിൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഒരു പ്രായാധിക്യമുള്ള ഒരു സ്ത്രീ വയ്യാതെ കിടക്കണമായിട്ട് നാട്ടുകാരെ അറിയിച്ച പ്രകാരമാണ് ഞാനും എൻ്റെ സഹപ്രവർത്തകനായ അനീഷ്, അതേപോലെ തന്നെ ഷംസുക്ക, ഞങ്ങൾ മൂന്നുപേരും കൂടി അവിടെ ചെന്ന് ഇപ്പോൾ 3-4 ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു. നല്ല ഒരു 10-80 വയസ്സുണ്ടാവും ഇവർക്ക്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഭക്ഷണം എന്താ വയ്യായികാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നും കഴിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ശരി, ഞാൻ ഭക്ഷണം മേടിച്ചു തരാം, എവിടേക്ക് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എവിടെ വീട് എന്ന് വെച്ചപ്പോൾ അനുഭവിച്ചിരിക്കുന്ന സ്ഥലം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ അവരുടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു, അനിയത്തി. അവർ കല്യാണം കഴിച്ച് പോയതിനു ശേഷം ഇവർ ഒറ്റയ്ക്കാണ്. അവർ വളരെ ചെറിയൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്, വാടക വീട്ടിലാണ്. അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. പിന്നെ വേറെ ആരും ബന്ധുക്കളൊന്നും ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഭക്ഷണമൊന്നും ആരെങ്കിലും കൊടുത്താൽ കിട്ടും, കഴിക്കും, അത്രയേ ഉള്ളൂ. VCV ന്യൂസ്, ചെറുതുരുത്തി. You are watching VCV News.